ഹലോ. അപ്പോൾ ഇന്നൊരു ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് കേട്ടോ. നെറ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മളിന്ന് ബേബി ഫ്രോക്ക് അടിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, കുറേ പണിയൊന്നുമില്ല. നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കാട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് നെറ്റ് ക്ലോത്ത് ഇങ്ങനെ 4ആയി മടക്കിയിട്ട് എത്രത്തോളം നീളമാണോ നമുക്ക് വേണ്ടത് അവിടെ കട്ട് ചെയ്യണം കേട്ടോ. ഞാനിവിടെ എടുക്കണൊരു 15 ഇഞ്ചാട്ടോ. അങ്ങനെ 2 ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മേൽഭാഗം അവിടെ വേറൊരു ക്ലോത്ത് ചെയ്യാറ്, അവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയട്ടെ വേണമെങ്കിൽ. അങ്ങനെ 2 15 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കയ്യിനുള്ളത് ഫ്രില്ലായിട്ട് എടുക്കേണ്ടത്. കയ്യിന് ഞൊറിവ് വെക്കാനൊരു സംഭവമാണത്. അത് നെറ്റ് ക്ലോത്തിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇനി കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് ക്ലോത്താണ്. ലൈനിങ് ക്ലോത്ത് ഞാനൊരു 1.5 മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെറ്റ് ക്ലോത്ത് കട്ട് ചെയ്ത പോലെ തന്നെ 15 ഇഞ്ചിൽ നമ്മൾ ഒന്ന് മതി. നെറ്റാണ് 2 എടുക്കുന്നത്, ലൈനി നമുക്ക് 1 മതി കേട്ടോ. പിന്നെ നമുക്ക് ഒരു 5 ഇഞ്ചിലൊരു പീസും കൂടെ വേണം. അതേ നീളത്തിൽ വീതി 5 ഇഞ്ചായിട്ട് ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കട്ടോ. അതിൽ നിന്ന് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് നെറ്റിന് ഞൊറിവിട്ട് കൊടുക്കുക. രണ്ടും തിക്കായി കിട്ടാൻ വേണ്ടിയാണ് വേറെ വേറെ ആക്കി ഞൊറിവിടണം കേട്ടോ. മെഷീനിൽ തന്നെ ഞൊറിവാകുമ്പോൾ അതിന് എല്ലാം കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ രണ്ടും കൂടെ ഞൊറിവിടാം. ഇനി ലൈനിങ് ക്ലോത്ത് എടുത്തിട്ട് അതിനും ഞൊറിവിട്ട് കൊടുക്കുക കേട്ടോ. തിക്നെസ്സിൽ കിട്ടാനാണ് എല്ലാത്തിനും ഞൊറിവിടുന്നത്. ഈ ലൈനിങ് ക്ലോത്തിൽ അതേപോലെ തന്നെ ഒരേപോലെ കുഞ്ഞു കുഞ്ഞു ഞൊറികൾ ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ 5 ഇഞ്ചിൽ വീതിയുള്ള ക്ലോത്ത് എടുത്തിട്ട് ഒരു ഭാഗം സൈഡ് നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. ഒരു സൈഡ് അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ എലാസ്റ്റിക്കിൻ്റെ വീതി പിന്നെ അടിത്തുമ്പോൾ ആയിട്ടാണ് 5 ഇഞ്ച് എടുത്തത്. എലാസ്റ്റിക് 2 ഇഞ്ച് ആകുമ്പോൾ അത് മടക്കി ഉള്ളിലൊക്കെ ആക്കണമല്ലോ. അങ്ങനെയാണ് 5 ഇഞ്ച് നമ്മൾ എടുത്തത് കേട്ടോ. എത്രത്തോളമാണോ വേണ്ടത് അത്ര എടുക്കണം. ഇനി ലൈനിങ് ക്ലോത്തും ഇപ്പം അടിച്ച ക്ലോത്തും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റേ തയ്ക്കാത്ത സൈഡാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോണത്. ഇനി എലാസ്റ്റിക് ഇടുന്നില്ലാറെ ഒരിത്തിരി വീതിയും കൂടെ, 1 ഇഞ്ചോ 1/2 ഇഞ്ചൊക്കെ കൂട്ടിക്കൊണ്ട് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള എലാസ്റ്റിക് ഇടാൻ വേണ്ടിയാണ്. അപ്പം മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഞൊറിവെടുത്ത് വെച്ച 2 നെറ്റും കൂടെ ഒരുമിച്ചാക്കി കൊടുക്കാം. ആ ഞൊറിവെടുത്ത് അടി കൂടെ തന്നെ പോവുകയാണെങ്കിൽ ഭംഗിയിൽ കിട്ടും. കുറേ അടി വരുമ്പോൾ ബോറാവും കേട്ടോ കാണാൻ. അപ്പോൾ അടി കൂടെ തന്നെ മടക്കുന്നൊന്നും ഇല്ലാതെ വൃത്തിക്ക് ചെയ്യാം. ഇനി ഇത് നമ്മളെ ലൈനിങ് ക്ലോത്തുമ്മക്ക് അറ്റാച്ച് ചെയ്യാണ്. ലൈനിങ് ക്ലോത്തിലേറെ കുറച്ചും കൂടി മേലേക്കായി നിൽക്കണം. അതിനാണ് നേരത്തെ ഞാൻ കുറച്ചും കൂടി എക്സ്ട്രാ എലാസ്റ്റിക് ഇടുന്ന ഭാഗം എടുക്കാൻ പറഞ്ഞത്. നെറ്റ് അടിച്ചതിൻ്റെ ആ അടിയിൽ കൂടി തന്നെ ഈ 2 നെറ്റ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ കാണുന്ന പോലെ ഞാൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. ലൈനിങ്ങും നമ്മൾ നെറ്റും കൂടെ ഫ്രില്ലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ. എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡിലും ഓരോ തയ്യൽ കൊടുക്കണ്ടോ, അല്ലെങ്കിൽ എലാസ്റ്റിക് ഉള്ളിലോട്ട് പോവും. 2 ഭാഗത്തും ഓരോ അടി വീതം കൊടുക്കുക.
എന്നിട്ട് നെറ്റിൻ്റെ ഭാഗം മാറ്റിയിട്ട് ലൈനിങ് ക്ലോത്തുമ്മ കൂടെ നമ്മളെ അലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ കൂടെ ഓരോ അടി കൊടുക്കണം. അല്ലെങ്കിൽ അലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കൊടുക്കുമ്പോൾ വൃത്തിക്ക് നിൽക്കും. അപ്പോൾ ഉടുപ്പിൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ അടിയിൽ വെച്ച ലൈനിങ് ക്ലോത്തിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിക്കാം. എന്നാലുള്ളൂ നെറ്റിൻ്റെ ക്ലോത്തിൻ്റെ കയറി നിൽക്കണം. നമ്മൾ ഒരേ അളവിനായിട്ട് എടുത്ത് ഈ അടിയും കൊടുക്കുമ്പോൾ അതൊന്നുകൂടെ കയറി നിൽക്കും. അപ്പോൾ അതിൻ്റെ ഭംഗി കിട്ടും. ഇനി അതിൻ്റെ സൈഡ് ഭാഗം കൂടി തയ്ച്ചു കൊടുക്കാം. നെറ്റും വേറായിട്ടും ലൈനിങ് വേറായിട്ടും തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒത്തിരി വീതിയിലുള്ള 2 ക്ലോത്ത് എടുക്കണം. നേരത്തെ നമ്മൾ കട്ട് ചെയ്യാൻ മറന്നതാണ്. കയ്യിന് കൊടുക്കാനാണ്. കയ്യിന് ഇപ്പോൾ കുഞ്ഞാവണം, അത്രത്തോളം കുഞ്ഞാവണം അത്രത്തോളം നല്ലത്. കയ്യിൻ്റെ അതിൽ 2 എണ്ണം ഇതെടുത്തിട്ട് ഈ കയ്യിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫ്രില്ലിഡ് ചെയ്യാം കേട്ടോ. തിക്നെസ്സിൽ ചെയ്യണം. രണ്ടും ഒരേപോലെ ആവണം. ഇങ്ങനെ ഒരു വട്ടം ചെയ്ത് ഒരു ഫ്രില്ല് നമ്മൾ 2 എണ്ണമായി മടക്കിയിട്ടാണ് കയ്യിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോഴാണ് നല്ലപോലെ തിക്കായി. 2 ഞൊറിവ് നമ്മൾ കയ്യിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രോക്ക് ചെയ്ത പോലെ തന്നെ. ഇപ്പോൾ നമ്മൾ ഒരു ഞൊറിവ് വെച്ചു, എന്നിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഞൊറിവ് വെക്കുക. അപ്പോൾ ഒന്നും കൂടി തിക്കായി നിൽക്കും. ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ പതുങ്ങിയേക്കാരം നിൽക്കുക. അതിലേറെ നല്ല വേറെ വേറെ ആക്കി വെക്കുമ്പോൾ അത്രത്തോളം തിക്കായി നിൽക്കും നമ്മളെ കൈ. ഇനി ഫുള്ളായിട്ട് സിമ്പിളാവാൻ നിൽക്കാൻ വേണ്ടി കൈയിൻ്റെ ഫ്രില്ലിൻ്റെ ഉള്ളിലൂടെ ഓരോ കുഞ്ഞു കുഞ്ഞു പേൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വിട്ട് വിട്ട് അങ്ങനെ തുന്നി കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഒന്നും കൂടെ ഭംഗിയാവാൻ വേണ്ടി ചെയ്താണ്. ഇതിലേറെ വലിയ മുത്താണെങ്കിൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും. എൻ്റെ അടുത്ത് ഇപ്പോൾ കുഞ്ഞു മുത്തേ ഉള്ളൂ. അപ്പം അത്രയ്ക്ക് കാണൂല, എന്നാലും രസമാണ് ചെയ്യുമ്പോൾ. ഇനി കൈ നമുക്ക് ഫ്രോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കട്ടോ. ഇപ്പം നമ്മൾ ലാസ്റ്റ് പരിപാടിയാണ്. ഫ്രോക്ക് എവിടെയാണോ കൈ വെക്കേണ്ടത് രണ്ടൊന്ന് അളവെടുത്തിട്ട് അവിടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 2-3 സ്റ്റിച്ച് ഇടണുണ്ട്, എന്നാലുള്ളത് അവിടെ നിൽക്കുക. ഇതാണ് നമ്മൾ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. എങ്ങനെയുണ്ട് പറയണേ.